وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹധന്യരായ ഗുരുമുഖങ്ങളെ, സ്നേഹഭജനങ്ങളായ വിദ്യാർത്ഥി മിത്രങ്ങളെ, മറ്റു ഇതര ശ്രോതാക്കളെ, പിറന്നു വീഴുന്ന പിഞ്ചോമനകൾ മുതൽ രാജ്യത്തിലെ പടുവൃദ്ധരടക്കം സൈന്യത്തിൻ്റെയും ലോക മൂന്നാം കിട രാജ്യങ്ങളുടെയും ക്രൂര കീരാതന വേട്ടയിൽ ഫലസ്തീൻ എന്നൊരു രാജ്യം കൊല ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ യുദ്ധനിയമങ്ങളും ഇസ്ലാമിക പാഠങ്ങളും എന്ന വിഷയത്തിൻ്റെ പ്രസക്തി അഭേദ്യമാണ്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അൽഫമറ. ശ്രോതാക്കളെ, യുദ്ധനിയമങ്ങൾക്കോ മാനവികതക്കോ തെല്ലും വില കൽപ്പിക്കാത്ത ആധുനിക യുദ്ധരീതികൾക്ക് ഉത്തമ മാതൃകയാണ് വിശുദ്ധ ഇസ്ലാമിക പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖ്തുലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖ്തിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളോട് യുദ്ധത്തിന് പോരാടുന്നവരോട് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പൊരുതുക, എന്നാൽ അതിൽ കവിയരുത്. അതിൽ കവിയുന്നവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ശ്രോതാക്കളെ, പ്രവാചകരോ അവിടുത്തെ അനുയായികളോ തങ്ങൾ പങ്കെടുത്ത ഒരു യുദ്ധത്തിനും തുടക്കക്കാരായിരുന്നില്ല. പ്രവാചക ജീവിതത്തിൻ്റെ ആദ്യ 13 വർഷക്കാലം ഖുറൈശികളുടെ കൊടിയ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാക്കപ്പെട്ട പോയും ഒരു അക്രമത്തിനോ ഒരു പോരാട്ടത്തിനോ മുതിർന്നിരുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹത്തെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുഹൃതമാക്കി തീർത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. നിരപരാധികളെയോ സ്ത്രീകുട്ടികളെയോ ഉപദ്രവിക്കരുതെന്നും ശത്രുക്കളാണെങ്കിൽ പോലും മൃതദേഹങ്ങൾ കളങ്കപ്പെടുത്തരുതുമുള്ള ഇസ്ലാമിക വ്യവസ്ഥകൾ അമൂല്യമാണ്. യുദ്ധസമയത്ത് വീടുകൾ പൊളിക്കുകയോ ഫലവൃക്ഷങ്ങൾ മുറിക്കുകയോ ഭക്ഷണം കിട്ടാതെ അലയുന്ന മൃഗങ്ങളെ അറുക്കുകയോ ചെയ്യരുതെന്ന് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങൾ ഇന്നും കാലിക പ്രസക്തമാണ്. ശ്രോതാക്കളെ, സമാധാനം ആഗ്രഹിക്കുന്നവർക്കും സന്ധിക്ക് അപേക്ഷിക്കുന്നവർക്കുമെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അവർ നിങ്ങളുടെ നേരെ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയും നിങ്ങളുടെ നേരെ സമാധാനത്തിൻ്റെയും സന്ധിയുടെയും ഹസ്തം നീട്ടുകയും ചെയ്യുന്നുവെങ്കിൽ പിന്നെ അവരെ ആക്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വഴിയും അനുവദിച്ചു തന്നിട്ടില്ല. സൂറത്തുൻ നിസായിൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധ തടവുകാരെ പോലും നോവിക്കാതെ നിരക്ഷരായ 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്ത പ്രവാചക രീതികൾ പ്രായോഗിക തലത്തിൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും പകരം വെക്കാനാകില്ല. യുദ്ധമുഖത്തിൻ്റെ അരികിൽ ആരെങ്കിലും അഭയം തേടി വരികയാണെങ്കിൽ അവന് അഭയം നൽകുകയും അവനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണമെന്ന യുദ്ധസമയത്ത് പോലും ശത്രുവിനെ മിത്രമാക്കി തീർക്കുന്നു. ശ്രോതാക്കളെ, 7-ാം നൂറ്റാണ്ടിലെ ലോകശക്തിയായിരുന്ന റോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധവക്കീലെത്തി നിന്ന സാഹചര്യത്തിലും തബൂക്കിൻ്റെ രണാങ്കളത്തിൽ പരസ്പര സന്ധിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കണ്ടെത്തിയതടക്കമുള്ള ഇസ്ലാമിക യുദ്ധപാഠങ്ങൾ യുദ്ധനിയമങ്ങളെ നിരാകരിച്ച് അധിനിവേശ ചെയ്തികൾ അയച്ചുവിടുന്ന നവലോക അജണ്ടകൾക്കും മുസ്ലിം രാജ്യങ്ങളുടെ പ്രശ്ന തർക്കങ്ങൾ മാത്രം ചിത്രീകരിച്ച് ഇസ്ലാം ഭീകരരുടെ മതമാണെന്നും എല്ലാ ഭീകരരും മുസ്ലിങ്ങളാണെന്നുമുള്ള പൊതുധാരകൾ മനുഷ്യ മനസ്സുകളിൽ വരുത്തി തീർക്കുകയും IS പോലെയുള്ള ഇസ്ലാമേതര പ്രവർത്തനങ്ങൾ ലോകതലത്തിൽ കെട്ടിച്ചുമക്കുന്ന നവമീഡിയ അജണ്ടകൾക്കും ഉത്തമ പാഠങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.